പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബബിതയും കൃഷ്ണയും തമ്മിൽ അലീനയുടെ മെസ്സേജ് കാണാത്തതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴാണ് വൈജ വരുന്നത്. അവർ പറയുന്നു, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഇരുന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാതെ പോയിരുന്ന് പഠിക്കുമെന്ന്. കുട്ടികൾ പറയുന്നു, അമ്മയ്ക്കിപ്പോൾ എന്താ കുഴപ്പം? ഞങ്ങൾ പഠിച്ചോളാം, ഞങ്ങളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതാണ്. മനു ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നു. കുട്ടികളുമായി കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് പോകുന്നു. അപ്പോൾ വൈജയെ കാണുന്നു. വൈജ, അലീന ഇല്ലാത്തതുകൊണ്ട് നീ വരില്ലെന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. അത് മനുവിന് മനസ്സിലാകുന്നു. മനു പറയുന്നു, ആൻറ്റിക്ക് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ മാത്രമേ അറിയുകയുള്ളൂ. ആൻറ്റിയുടെ നാക്ക് ചൊറിയുന്നുണ്ടോ? വല്ല ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ വൈജ പറയുന്നു, നീ എൻ്റെ കുറ്റം അന്വേഷിക്കാനാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മനു പറഞ്ഞു, ആൻറ്റി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ നീ എൻ്റെ വീട്ടിലേക്ക് രാവിലെ കയറി വന്നത്? ഇത് ബാലചന്ദ്രൻ്റെ വീടല്ലേ? ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ മറ്റാരുടെയും പേരില്ല. ബാലചന്ദ്രൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൾക്കും അതിൽ അവകാശമുണ്ട്. ആൻറ്റിയെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് മകൾ നീക്കം ചെയ്തിട്ട് മാസങ്ങളായല്ലോ. ആൻറ്റി തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുകയും കയറി വരികയും ചെയ്യുന്നത് അങ്കിളിൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ. അങ്കിളിന് നിങ്ങളെ കൊണ്ടൊരു ആവശ്യവും ഉണ്ടായിട്ടല്ലല്ലോ നിങ്ങൾ തിരിച്ചു വരുന്നത്. അമ്മയും സഹോദരങ്ങളും മക്കളും എല്ലാം എതിർത്ത് സംസാരിക്കുന്നത് എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം അറിയാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് പൊട്ടത്തി വേഷം കെട്ടി അഭിനയിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളെ വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടോ ആൻറ്റി? അവർക്കെല്ലാം ആൻറ്റിയുടെ പാസ്റ്റ് അറിയുന്നത് കൊണ്ടാണ്. പാസ്റ്റോ? എൻ്റെ പാസ്റ്റിന് എന്ത് പറ്റി? എന്താണെന്ന് നീ പറയും. ഒന്നും പറ്റിയില്ലേ? ആൻറ്റി പണ്ട് മാലാഖയെ പോലെ നിഷ്കളങ്കയായി ജീവിച്ച് സകല പരിശുദ്ധിയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ഭർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിച്ചു അല്ലേ? നീ എന്നെ കളിയാക്കാൻ വേണ്ടി കയറി വന്നതാണോ? അപ്പോൾ മനു ചോദിക്കുകയാണ്, ഒരാൾ വീട്ടിലേക്ക് വരുമ്പോഴുള്ള എന്തെങ്കിലും മര്യാദ നിങ്ങൾ എന്നോട് കാണിച്ചോ? അലീനയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരിക്കലും എല്ലാം അറിയും, അന്ന് എല്ലാം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അങ്കിളിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്കിളിനോട് അലീന വിളിച്ചതും എല്ലാം പറയുന്നു. ബാലചന്ദ്രൻ സ്വന്തം സങ്കടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനു പറയുകയാണ്, അലീന തന്ന കരുതലും സ്നേഹമൊന്നും മറക്കരുത്. അവൾക്കൊരു പപ്പയെ കിട്ടിയെങ്കിലും അവൾ അതിനും മേലെയാണ് അച്ഛൻ എന്ന സ്ഥാനം തന്നിരിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ. അത് കേട്ട് സംഭാഷണം അവസാനിപ്പിച്ച് നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അച്ഛൻ പുനലൂർക്ക് പോകുന്ന കാര്യം സ്റ്റാൻലിയോട് പറയുകയാണ്. ലാലിച്ച, അവളെ പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നതാണ് എളുപ്പം, അല്ല അവൾ കൂടി പറയുന്നതിന് ചെവി കൊടുക്കുന്നതാണ്. ലാലിച്ച, അവൾ മിലിറ്ററിയിൽ നിന്ന് നിന്നെപ്പോലെ റിട്ടയർഡായിട്ട് വന്നതല്ലല്ലോ, ഒരു അനാഥാലയത്തിൽ നിന്ന് വന്നതല്ലേ. ഛേ, അവൾ തന്നെ ഇത് 100 പ്രാവശ്യം ദിവസവും പറയുന്നുണ്ട്. ഇപ്പൊ അപ്പച്ചനും തുടങ്ങിയോ? അപ്പച്ചന് പെട്രോൾ അടിക്കാൻ പൈസ വേണമെങ്കിൽ അലമാരിയിൽ നിന്ന് എടുത്തോളൂ എന്ന് ലാലിച്ചൻ അപ്പച്ചനോട് പറയുകയാണ്. അപ്പച്ചൻ പറയുന്നു, പിന്നെ നിന്റെ ഔദാര്യം വേണ്ട എനിക്ക് പെട്രോൾ അടിക്കാൻ. ഞാനിപ്പോഴും കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടി തന്നെയാണ്. നിനക്ക് പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനെ ഒന്ന് നോക്കുകയാണ്. അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? പിന്നെ അതുണ്ടാവില്ലേ, നിന്റെ അല്ലേ അപ്പൻ എന്ന് ഔതുകുട്ടിച്ചായും പറയുകയാണ്. വലിയപ്പച്ചൻ അലീനയോട് യാത്ര പറയുകയാണ്. അലീനയ്ക്ക് അതിൽ വളരെ സങ്കടമാകുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, കേണലുമായിട്ട് വഴക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോയിട്ട് വേഗം വരാം, ഇനി പോകുമ്പോൾ ഞാൻ നിന്നെയും കൊണ്ടുപോകാം. നീ ഒരു കാര്യത്തിലും ഇടപെടണ്ട, അടുക്കളയിലേക്ക് കയറുകയും വേണ്ട. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് യാത്രയാകുന്നു.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമുക്ക് നാളത്തെ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം.